എന്തു ഭംഗി ഇത് കാണാൻ. ഇത് ആർക്കാച്ചാ? അച്ഛന്റെ നിൽപ്പ് കണ്ട് അറിഞ്ഞൂടേടി ഇത് ആർക്കുള്ളതാണെന്ന്. കല്യാണ വാർഷികത്തിന്റെ ഡേറ്റ് ആയിട്ടില്ലല്ലോ, പിന്നെ എന്താ? எனக்கு தெரியும். சார் முதல்ல சுஜாதா மேடத்தை பார்த்த தினம் தானே. ആ ഇതൊന്നും അല്ല. இல்லையா? പിന്നെന്താ? അമ്മയുടെ ബർത്ത്ഡേ അല്ല, അച്ഛന്റെ ബർത്ത്ഡേ അല്ല, പിന്നെ എന്താ പ്രത്യേകത എന്ന് അറിയണല്ലോ. പിന്നെ അത് പറഞ്ഞിട്ട് വേണം എല്ലാവർക്കും കൂടി ഞങ്ങളെ കളിയാക്കാൻ. പറയച്ചാ, ഞങ്ങൾ കേക്കട്ടെ. അത് ഒരു പ്രത്യേകതയുള്ള കാര്യമാണ്. അത് അമ്മയ്ക്കറിയാം. എനിക്കറിഞ്ഞൂടാ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും ഇല്ല. ഉണ്ട്, താൻ ഓർക്കാത്തോണ്ടാ. ഇത് എന്തോന്ന് സസ്പെൻസാ? അങ്ങോട്ട് പറയും മിസ്റ്റർ രഘു. അത് ഈ കല്യാണം കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷമാണ് നിന്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞത്. ഇത് അതിന്റെ ഒരു വാർഷികമാണ്. എന്റെ ദൈവമേ, അമ്മ ഒരു കാര്യം പറഞ്ഞതിന്റെ വാർഷികോ? എന്താ അച്ഛ പറഞ്ഞത്? അതൊക്കെ സാധാരണ ഭാര്യ ഭർത്താക്കന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് തന്നെയാ. അമ്മ പറഞ്ഞേ. എനിക്ക് അറിഞ്ഞൂടാ മോളെ. சார் சொல்லுங்க சார் என்ன? അത് നിങ്ങളുടെ അമ്മയുണ്ടല്ലോ, ആദ്യമായിട്ട് എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞ ദിവസമാ. എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ആഘോഷിക്കും. ആരും അറിയാതെ ആഘോഷിക്കാന്ന് പറഞ്ഞപ്പോ അതങ്ങോട്ട് കൊടുക്ക്, എല്ലാരും കാണട്ടെ എന്ന് താൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ ഐ ലവ് യു 25ാം വാർഷികം. അടിപൊളി. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ആരാന്നറിയോ അമ്മയ്ക്ക്? അമ്മയാണത്. ഞങ്ങള് പിള്ളേർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാഴ്ചയാണത്. എന്റെ അമ്മേ, ഞങ്ങളിങ്ങനെ കൊതിപ്പിക്കരുത് കേട്ടോ. கடவுளே நல்லா இருக்கட்டும். ഇതെങ്ങനെ താഴെ വീണത്? അറിയാതെ കൈതട്ടി. അച്ഛന്റെ
പ്രസന്റ് അല്ലേ? ഓർമ്മകൾ ഓരോന്നായി വീണുടഞ്ഞു പോവാണ്. അമ്മേ, എത്ര തവണ ഞാൻ പറഞ്ഞു അച്ഛനെ ഒന്ന് വിളിക്കാൻ. ഒറ്റയ്ക്കിരിക്കുമ്പോ അമ്മ കരയുന്നതിന്റെ ആഴം ഞാൻ അറിയുന്നുണ്ട്. അമ്മയ്ക്ക് അച്ഛനെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഒന്ന് വിളിച്ചൂടെ? വേണ്ട മോളെ. ഇന്ന് രാവിലെ എഴുന്നേക്കുന്നത് അച്ഛനെ വിളിക്കണമെന്ന തീരുമാനത്തോടെ. പിന്നെ അങ്ങ് മടിക്കും. എന്താ ഞാൻ രഘുവേട്ടനോട് പറയാ? ഞാൻ നിന്നെ ഏൽപ്പിച്ചു പോയ എന്റെ കുടുംബം എവിടെ സുജാതയെന്ന് ചോദിച്ചാ എന്താ ഞാൻ മറുപടി പറയേണ്ടത്? ജ്യോതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ജീവനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. ഇതിനൊക്കെ അമ്മയ്ക്ക് മറുപടിയുണ്ടോ? എന്നാലും എല്ലാം പരസ്പരം പങ്കുവച്ചിരുന്ന രണ്ടുപേര് തമ്മില് ലോകത്തിന്റെ ഏതൊരു കോണില് പരസ്പരം കാണാതെ. കാലക്കേടാണ്. എപ്പോഴും നിങ്ങൾ കളിയാക്കാറില്ല വയസ്സനും വയസ്സത്തെയും എപ്പോഴും പ്രേമിച്ച് നടക്കുകയാണെന്ന്. അതുകൊണ്ട് ദൈവങ്ങൾക്ക് അസൂയ തോന്നിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അമ്മേ, വേണ്ട മോളെ. ഇന്നത്തെയും പോലെ ഇന്നും കരഞ്ഞു തന്നെ ഉറങ്ങും. മോള് പോയി കിടന്നോ. അമ്മേ, മോള് പോയി കിടന്നുറങ്ങിക്കോ.
മാറിയ അഡ്രസ്സ് കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്നിട്ടും മറുപടി കാണുന്നില്ല. എന്തുപറ്റി? ഇങ്ങനെ ഒരു സൗഹൃദം ഇനി തുടരണ്ടെന്ന് തീരുമാനിച്ചോ? ഞാനിവിടെ തിരക്കി വന്നപ്പോൾ നാട് വിട്ടു പോയി എന്നാണ് കിട്ടിയ മറുപടി. തിരിച്ചെത്തിയിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലയളവിനുള്ളിൽ ജീവിതത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ ബോധപൂർവമായും അല്ലാതെയും മറന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സൗഹൃദം, എന്നെ തേടിയെത്തുന്ന ഈ വരികൾ, അതൊന്നും മരണം വരെ എനിക്ക് മറക്കാനാവില്ല, ഒരിക്കലും. ജീവിതം വല്ലാതെ ഉലച്ചു കളഞ്ഞു. സങ്കടങ്ങളുടെ പെരുമഴയിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഓർക്കും, ഒരു വരിയൊന്ന് കുറിച്ച് അതടുത്തെത്തിയിരുന്നെങ്കിലെന്ന്. കാരണം തൻ്റെ വരികൾ തരുന്ന ആത്മവിശ്വാസം ഈ ലോകത്ത് മറ്റൊന്നിനും എനിക്ക് തരാൻ പറ്റില്ല. ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. എന്നെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും വഴിയിൽ ഇത് കയ്യിലെത്തുമെന്ന പ്രതീക്ഷയിൽ. ഈ ലോകത്തിൻ്റെ ഏതോ കോണിൽ എനിക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരാളുണ്ട്. വരികൾ തേടുന്ന ഒരു പേപ്പറുണ്ട്. മഷി ഉണങ്ങാത്ത ഒരു പേനയുമുണ്ട്. വല്ലാത്തൊരു പ്രതീക്ഷയാണത്. പിന്നെ വേറൊരു വിശേഷമുണ്ട്. പെണ്ണുങ്ങൾ കുശുമ്പ് പറയുന്ന പോലെയാണെന്ന് തോന്നരുത്. കത്തുകളിലൂടെ ഞാൻ വായിച്ചറിഞ്ഞ നിങ്ങളുണ്ടല്ലോ, ആ നിങ്ങളോട് എനിക്ക് ബഹുമാനം കൂടിക്കൂടി വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. എൻ്റെ ഒരു അയൽവാസി. അയാളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞോടും. വഴക്കളിയെന്നോ അഹങ്കാരിയെന്നോ എന്താ പറയാ, ഈ ലോകത്ത് താൻ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ എന്ന ഭാവക്കാരൻ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിലൊന്ന് കൂട്ടിമുട്ടും. ചില തീപ്പൊരികൾ ഉണ്ടാവുകയും ചെയ്യും. എങ്ങനെ ഉണ്ടാവാതിരിക്കും? അതല്ലേ അയാളുടെ കയ്യിലിരിപ്പ്. ജീവിതത്തിലേക്ക് അനാവശ്യമായി വലിഞ്ഞു കയറി വന്ന ഒരുത്തി. നേരം വെളുക്കുന്നത് മുതൽ എൻ്റെ ചിന്തകളില്ലാതാക്കിയ അവള്. ഒരഹങ്കാരി. കഷ്ടകാലത്തിന് ഒരു എഗ്രിമെൻ്റ് എഴുതി ആ അഹങ്കാരത്തിന് 11 മാസം തലയിൽ വെച്ച് കെട്ടി. ഇനിയിപ്പോൾ സഹിച്ചല്ലേ പറ്റൂ. ഇടയ്ക്ക് അവളുമായിട്ട് തല്ലുകൂടുമ്പോൾ ഞാൻ ആലോചിക്കും, തൻ്റെ കത്തുകളൊക്കെ എടുത്ത് അവളെ ഒന്ന് കാണിച്ചു കൊടുത്താലോ എന്ന്. ഒരു നല്ല പെണ്ണ് എങ്ങനെയായിരിക്കണമെന്ന് ആ കഴുതയ്ക്ക് ഒരു തിരിച്ചറിവ് വേണമല്ലോ. എന്നെങ്കിലും നമ്മൾ തമ്മിൽ കാണുകയാണെങ്കിൽ ആ മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്. പക്ഷെ ഒരു കാര്യം പറയാതെയും പറ്റില്ലല്ലോ. എനിക്കും എൻ്റെ മോൾക്കും അവളെ തീരെ ഇഷ്ടമല്ല. പക്ഷേ അവളെങ്ങനെയോ അമ്മാവൻ്റെ മനസ്സ് കീഴടക്കിയിട്ടുണ്ട്. അമ്മാവൻ അവളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയൂ. ഈ കൈവിഷത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ അമ്മാവൻ്റെ മാറ്റം കാണുമ്പോൾ ഇനി അതിലും വിശ്വസിക്കണമെന്ന് തോന്നിപ്പോവുക. ഞാനീ പറയുന്ന കുഴപ്പക്കാരനിൽ ഒരു നല്ല മനുഷ്യനുണ്ടെന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ, എൻ്റെ അമ്മ. അമ്മ അയാളെ എപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതെന്ത് മായാജനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. തൽക്കാലം
ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. ഇനിയുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത കത്തിലെഴുതാം. ഇനിയുള്ള കത്തുകളെങ്കിലും നേരിട്ട് അങ്ങോട്ടെത്തും എന്ന പ്രതീക്ഷയിൽ ആരാധിക്കാം. ഇനി എഴുതാം, ഇനിയും കാത്തിരിക്കാം. കാറ്റലകൾ എന്നെ തേടി എത്തുമ്പോഴെല്ലാം അതിൻ്റെ കൂടെ താനുമുണ്ട്. ശുഭരാത്രി എന്ന ഹരി. അരികെ ആരോ മൂളിയോ, നീ എനിക്കുള്ളതാണെന്നറിഞ്ഞുവോ, കനവേ കാറ്റായി എന്റെ കൂടേറിയോ, തൂവലാൽ എന്റെ ചാരെ വന്നതാരേ, ഇഴനെയും ഈ ജീവയാനം ഇനിയെന്നും നീ എന്റെ ലോകം നിലച്ചിന്നും ഈരന്നിലാവിൻ താരങ്ങളായി നാം തിരിനീട്ടും മാംഗല്യദീപം ഇനിമൂളും രാവിന്റെ നാളം നീ തൊടും നേരമെൻ മായാമാനസം പൂവിടും. ജീവൻ, അയാളെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അതെന്തിന്? അയാളല്ലേ അന്ന് മോളെ രക്ഷിച്ചത്. ഓ, അതിന്റെ ഒരു സന്തോഷത്തിന് വിളിച്ചത്. അത് മാത്രമല്ല, അയാൾ കുറെ കാലം സുഖമില്ലാതെ കിടന്ന ഒരുത്തന. ഇപ്പൊ അതിൽ നിന്നൊന്ന് പുറത്ത് വന്നതേ ഉള്ളൂ. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. എന്തിനാ? അയാളുടെ വീട്ടുകാരെയോ ബന്ധുക്കളെയോ ഒന്നും അയാൾക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ലെന്ന്. ചുരുക്കി പറഞ്ഞ അയാളുടെ ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തു അല്ലേ? അങ്ങനെയൊന്നും അല്ല. പിന്നെ എങ്ങനെ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, അത്രേ ഉള്ളൂ. ഓ, ഞാൻ അയാളോട് കുറച്ച് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതിപ്പോ നീ ആരോടാ അല്ലാത്തത്? അങ്ങനെയാണെങ്കിലേ നീ വേറെ ചിലയിടത്തും മോശമായിട്ട് പെരുമാറുന്നുണ്ടല്ലോ. അവരുടെ അടുത്തൊന്നും എന്താ നീ മനസ്സ് കാണിക്കാത്ത? വേറെ ആരോട് മോശമായിട്ട് പെരുമാറിയെന്ന്? ആഹാ, ആ പത്മൻ ടീച്ചറോട്. നിസ്സാര പ്രശ്നങ്ങളാണോ നീ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? ആണോ? എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവസാനം അത് പത്മൻ ടീച്ചറിൽ കൊണ്ട് വയ്ക്കണ്ട. ജീവൻ പത്മയെ പോലൊരു ശല്യക്കാരനൊന്നും അല്ല. ആഹാ, അല്ലേ? പത്മൻ നിന്നെ എന്ത് ശല്യം ചെയ്തെന്നാ? അതെ,
എനിക്കിപ്പോ പത്മപുരാണം കേൾക്കാനുള്ള സമയമില്ല. ഓ അയാൾക്കൊരു ഉച്ചയൂണ് തയ്യാറാക്കാൻ അമ്മാവനെ കൊണ്ട് പറ്റൂ ഇല്ലയോ? അതോ ഞാൻ ഇനി വെളിയിൽ നിന്ന് വല്ലതും വാങ്ങണോ? അതാ എന്റെ ചോദ്യം.